Today, we will discuss the floral and vegetative characters of Solanaceae, commonly called as brinjal family. Systematic position: class Dicotyledonale, subclass Gamopetale, series Bicarpellate, order Poly. Common and economically important species are Solanum tuberosum, potato. Modified stem tubers are rich in starch. Then Solanum melongena, brinjal or eggplant, used as a vegetable. Solanum nigrum, small plant producing berries. നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാറുണ്ട് ഈ പ്ലാന്റ്. സൊളാനം നൈഗ്രം, ബെറി ആണ് ഇതിൻ്റെ ഫ്രൂട്ട്. ദെൻ സൊളാനം ടോർവം, പുത്തരിച്ചുണ്ട എന്ന് പറയും. റോഡ് സൈഡിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റ്. വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ വയലറ്റ് ഫ്ലവേഴ്സും ഉണ്ടാവും. മുള്ളുണ്ടാവും സ്റ്റെമ്മിൽ കേട്ടോ. അതായത് നമ്മളെ മെലോഞ്ചിനൻ്റെ അതേ ഒരു ഫീച്ചറാണ്. അതായത് വഴുതനങ്ങൻ്റെ പ്ലാന്റ് പോലെ ഇരിക്കും കാണാൻ. ദെൻ ക്യാപ്സിക്കം ആനം, ചില്ലി. ക്യാപ്സിക്കം ഫ്രൂട്ടസെൻസ്, മുളക് തന്നെയാണ്. 2 ടൈപ്പ് മുളകാണ്. ദെൻ ഡെറ്റൂറ സ്ട്രാമോണിയം, ഉമ്മത്തും കായ എന്ന് പറഞ്ഞു നമ്മൾ ആ പ്ലാന്റ് നമ്മൾ വർക്കൗട്ട് ചെയ്ത. മെഡിസിനൽ ബട്ട് സീഡ്സ് ആർ ഡെഡ്ലി പോയ്സണസ്. സീഡ്സ് കഴിച്ചാൽ മരിക്കും. ദെൻ ലൈക്കോപെർസിക്കോൺ എസ്കുലൻറ്റം, ടൊമാറ്റോ. നിക്കോഷിയാന ടബാക്കം, ടൊബാക്കോ പ്ലാന്റ്. ഫൈസാലസ് മിനിമ, നൊട്ടങ്ങ പറയും, ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. സ്മാൾ ആനുവൽ ഹെർബ് ഫൗണ്ട് ഇൻ വേസ്റ്റ് ലാൻഡ്. ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടിയൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. വിതാനിയ സോംനിഫറ, അശ്വഗന്ധം, ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. സെസ്ട്രം നൊക്ടേണം, നിശാഗന്ധി എന്ന് പറയും. ഇത് നമ്മൾ പാട്ടുകളിലൊന്നും കേൾക്കുന്ന ആ നിശാഗന്ധി അല്ല കേട്ടോ, വലിയ ഫ്ലവേഴ്സ് ഉള്ള. ഇതിനും നിശാഗന്ധി എന്ന് കോമൺ നെയിം ഉണ്ട്. ഇറ്റ് ഈസ് എ ഗാർഡൻ പ്ലാന്റ്. അട്രോപ്പ ബെല്ലഡോണ, ഹൃദയപത്രം എന്ന് പറയും. കോമൺ നെയിം ഹൃദയപത്രം എന്നാണ്. ഡിസ്ട്രിബ്യൂഷൻ: ഇന്ത്യയിൽ 21 ജീനസിലായിട്ട് 88 സ്പീഷീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ വെജിറ്റബിൾസ് ഓർ ഓർണമെൻ്റൽ പ്ലാന്റ്സ്. നെക്സ്റ്റ് ഹാബിറ്റ്: ഗ്രേറ്റ് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ഫ്രം ഹെർബ്സ് ടു ട്രീസ്. ഹെർബ്സ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ ആനുവൽസും ഉണ്ട്, പെരീനിയൽസും ഉണ്ട്. ആനുവൽ പ്ലാന്റിന് എക്സാമ്പിളാണ് ഫൈസാലിസ് മിനിമ, നൊട്ടങ്ങ. പെരീനിയൽ പ്ലാന്റിന് എക്സാമ്പിളാണ് ഡെറ്റൂറ സ്ട്രാമോണിയം. നെക്സ്റ്റ് ലീഫ് ക്യാരക്ടേഴ്സ് നോക്കാം. നമ്മൾ ഡെറ്റൂറ ചെയ്തതാണ്. സിമ്പിൾ ലീഫായിരുന്നു, പീറ്റിയോൾ പ്രസൻ്റ് ആയിരുന്നു, സ്റ്റിപ്യൂൾ ആബ്സെൻ്റ് ആയിരുന്നു. ഓൾട്ടർനേറ്റ് ഇൻ വെജിറ്റേറ്റീവ് റീജിയൻ ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഫ്ലോറൽ റീജിയൻ വിത്ത് എൻറ്റയർ ഓർ ലോബ്ഡ് മാർജിൻ. സോ വെജിറ്റേറ്റീവ് റീജിയനിൽ, അതായത് ഫ്ലവർ ഇല്ലാത്ത റീജിയനിൽ ഓൾട്ടർനേറ്റും ഫ്ലവർ ഉള്ള റീജിയനിൽ ഓപ്പോസിറ്റും ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ദെൻ മാർജിൻ എൻറ്റയറോ ലോബ്ഡ് ആയിരിക്കും. ആൻഡ് ലീഫിനെ കുറിച്ച് കൂടുതലായിട്ട് ലീഫ് അഡിനേഷൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫില്ലോടാക്സി പറയാൻ പറ്റില്ല എന്ന് ഞാൻ ഡെറ്റൂറ സ്ട്രാമോണിയം പറഞ്ഞപ്പം പറഞ്ഞിരുന്നു. ഡെറ്റൂറയിലെ ഫില്ലോടാക്സി എന്ന് പറഞ്ഞത് ഡെറ്റൂറ ടൈപ്പാണെന്നും പറഞ്ഞിരുന്നു. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ നോക്കാം. സൊളനേസി ഫാമിലിയിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫ്യൂഷൻ ഓഫ് ലീഫ് വിത്ത് സ്റ്റെമ്മിനെയാണ് ലീഫ് അഡിനേഷൻ എന്ന് പറയുന്നത്. ലീഫ് അഡിനേഷൻ പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ചില സൊളനേസി മെമ്പേഴ്സിൻ്റെ ഫില്ലോടാക്സി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഫില്ലോടാക്സി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ലീഫ് അഡിനേഷൻ കൊണ്ടാണ്. ഈവൻ ദോ ലീവ്സ് ആർ ഓൾട്ടർനേറ്റ് ഇൻ മെനി പ്ലാന്റ്സ് ഇറ്റ് അപ്പിയർ ടു ബി ഓപ്പോസിറ്റ് ഡ്യൂ ടു അഡിനേഷൻ. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു ലീവ്സ് വെജിറ്റേറ്റീവ് പാർട്സിൽ ഓൾട്ടർനേറ്റും റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ ഓപ്പോസിറ്റും ആണ് എന്ന്. സോ ഓൾട്ടർനേറ്റ് ആണ്, പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടും ഫീൽ ചെയ്യും. ഇൻ സച്ച് കേസ് വൺ ലീഫ് ഓഫ് ഈച്ച് പെയർ ഈസ് സ്മോളർ ദാൻ ദി അതർ. ഞാൻ നിങ്ങൾക്ക് ഡെറ്റൂറയിൽ ലീഫ് കാണിച്ചു തന്നിരുന്നു. ഓരോ നോഡൽ റീജിയനിലും ഒരു വലിയ ലീഫും ഒരു ചെറിയ ലീഫുമാണ്. ദിസ് ഇസ് ഡ്യൂ ടു ദ ഫ്യൂഷൻ ഓഫ് എ ലീഫ് വിത്ത് ഇറ്റ്സ് ആക്സിലറി ബ്രാഞ്ച് അപ് ടു ദ ലെവൽ വേർ ദ ഫസ്റ്റ് ലീഫ് ഓഫ് ദ ബ്രാഞ്ച് എറൈസസ്. അതായത് ഒരു നോഡൽ റീജിയനിൽ കാണുന്ന 2 ലീവ്സിൽ ഒരു ലീഫ് മാത്രമാണ് ആ നോഡൽ റീജിയൻ്റെത്. ആൻഡ് ഒരു ലീഫ് അതിൻ്റെ തൊട്ട് താഴെയുള്ള നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്
സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്ത് അതിന് തൊട്ട് മുകളിലുള്ള നോഡിൽ അപ്പിയർ ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? അതായത് ഒരു നോഡൽ റീജിയനിൽ ഒരു ലീഫാണ് സാധാരണ കാണുക. പിന്നെ നമ്മൾ രണ്ടെണ്ണം എന്തുകൊണ്ടാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള നോഡൽ റീജിയനിലുള്ള ലീഫ് സ്റ്റെമ്മുമായിട്ട് എഡ്നേറ്റ് ചെയ്ത് അതിന് തൊട്ട് മുകളിലുള്ള നോഡിൽ അപ്പിയർ ചെയ്യുന്നതാണ്. ആൻഡ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നോഡൽ റീജിയനിൽ ഒരു വലുതും ഒരു ചെറുതുമാണ് എന്ന്. അതിൽ ചെറിയ ലീഫാണ് ആ നോഡൽ റീജിയനിലെ ലീഫ് ആൻഡ് വലിയ ലീഫ് തൊട്ട് താഴെയുള്ള നോഡിലെ ലീഫ് എഡ്നേറ്റ് ചെയ്ത് വന്നതാണ്. സോളനേസി ഫാമിലിയിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്നേഷൻ ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഡെറ്റ്യൂറ ടൈപ്പ്. നമ്മൾ ഡെറ്റ്യൂറ സ്ട്രാമോണിയം വർക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫില്ലോടാക്സി ഡെറ്റ്യൂറ ടൈപ്പ് ആണെന്ന്. സോ നമുക്ക് ഫസ്റ്റ് ഡെറ്റ്യൂറ ടൈപ്പ് ഫില്ലോടാക്സി എങ്ങനെയാണെന്ന് നോക്കാം. ബ്രാഞ്ചിങ് ഈസ് ഡൈക്കേഷ്യൽ ആൻഡ് ബോത്ത് ബ്രാഞ്ചസ് ആർ എക്സ്പ്രസ്ഡ്. അപ്പോൾ ഇതാണ്, ഇനി പിക്ചറിലേക്ക് ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡിലുള്ള ഇതാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഇതാണ് ഇതിൻ്റെ മെയിൻ ബ്രാഞ്ച് കേട്ടോ. ആൻഡ് ഈ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് 2 ബ്രാഞ്ചസ് ഫോം ചെയ്യും രണ്ട് സൈഡ്സിലേക്കും. ഇതാ ഇവിടെ കാണുന്നുണ്ട്, ഇതൊരു സൈഡിലേക്ക്, then അടുത്തത് ഇത്. സോ മെയിൻ ബ്രാഞ്ച് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് നടത്തും ആൻഡ് മെയിൻ ബ്രാഞ്ച് ഒരു ഫ്ലവർ ബഡിൽ എൻഡ് ചെയ്യുകയും ചെയ്യും. The terminal bud ends in a flower. At every node there is a pair of leaf, one smaller and one larger. നമ്മൾ ഈ ഒരു ബ്രാഞ്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നോഡൽ റീജിയൻസിലും ഏത് ബ്രാഞ്ചസിലേക്ക് ഡൈക്കേഷ്യൽ ബ്രാഞ്ചിങ് നടക്കുന്നു പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നോഡൽ റീജിയനിലും നമുക്ക് 2 ലീവ്സ് ആണ് കാണാൻ പറ്റുക. ഞാൻ നിങ്ങൾക്ക് ഡെറ്റൂറെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു വലിയ ലീഫും ഒരു ചെറിയ ലീഫും, 1 smaller and 1 larger. അപ്പോൾ 1 smaller and 1 largerനെ ഞാൻ രണ്ടും കൂടെ എക്സ്പ്രസ് ചെയ്ത് ഈ പിക്ചറിൽ കാണിക്കുന്നതിനെ ഞാനൊന്ന് റൗണ്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഇത് 1 larger and 1 smaller. ഒറ്റ നോട്ടത്തിൽ ശരിക്കും അതങ്ങനെ തിരിച്ചറിയുന്നൊന്നുമില്ല, പക്ഷെ ഒന്ന് കമ്പാരിറ്റീവ്ലി ചെറുതും ഒന്ന് വലുതുമാണ്. ലാർജർ ലീഫ് is bought from the lower node along with axillary branch by adnation. അപ്പോൾ ഇതാണ് വലിയ ലീഫ് എന്ന് വിചാരിക്കുക കേട്ടോ, ഇതാണ് വലിയ ലീഫ് എന്ന് വിചാരിക്കുക. ആൻഡ് ഈ വലിയ ലീഫ് വന്നിട്ടുള്ളത് എവിടുന്നാണ്? ഈ നോഡൽ റീജിയന്, ഞാൻ ഇപ്പം മാർക്ക് ചെയ്ത നോഡൽ റീജിയന് ഈ സ്റ്റെമ്മിലൂടെ വന്ന് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഈ ചെറിയ ലീഫ് ഉണ്ടല്ലോ, ഏതാ ചെറിയ ലീഫ്? ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ചെറിയ ലീഫ്, ഇതാണ് ആക്ച്വലി ഈ നോഡിൻ്റെ, ആ ലീഫ് ഉള്ള നോഡിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഡെറ്റൂറ ടൈപ്പ് ഫില്ലോടാക്സിയിൽ മെയിൻ ആക്സിസ് ഒരു ഫ്ലവർ ബഡിൽ എൻഡ് ചെയ്യും, ദെൻ അത് 2 ലാറ്ററൽ ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ഓരോ നോഡൽ റീജിയനിലും 2 ലീവ്സ് വീതം ഉണ്ടാകും, ഒരു സ്മോളറും ഒരു ലാർജറും. സ്മോളർ ലീഫ് എന്ന് പറഞ്ഞത് ആ നോഡിൻ്റെ ലീഫും, ലാർജർ ലീഫ് എന്ന് പറഞ്ഞത് തൊട്ട് താഴെയുള്ള നോഡൽ റീജിയന് ആക്സിലറി ബ്രാഞ്ചുമായിട്ട് അഡ്നേറ്റ് ചെയ്തു വന്ന ലീഫുമാണ്. ഒരു ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടൈപ്പ് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. സെക്കൻഡ് ടൈപ്പ് ലീഫ് അഡ്നേഷൻ ആണ് അട്രോപ്പ ടൈപ്പ്. അട്രോപ്പ ടൈപ്പ് ലീഫ് അഡ്നേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിയർ ഓൾസോ ബ്രാഞ്ചിങ് ഈസ് ഡൈക്കേഷ്യൽ. നമ്മൾ നേരത്തെ ഡെറ്റൂറയിൽ കണ്ട പോലെ തന്നെ മെയിൻ ആക്സിസ് നിന്ന് 2 ലാറ്ററൽ ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നുണ്ട്. ബട്ട് ദ ഓൾട്ടർനേറ്റ് ബ്രാഞ്ചസ് എലോൺ വിൽ ഡെവലപ്പ്. നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി മെയിൻ ബ്രാഞ്ചസ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു ബ്രാഞ്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സ്പ്രസ് ചെയ്യുള്ളൂ. ആൻഡ് അങ്ങനെ പറയുമ്പോൾ ഒന്നും കൂടെ പറയണം, ഒരു പ്രാവശ്യം റൈറ്റ് സൈഡിലുള്ള ബ്രാഞ്ചാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് വീണ്ടും ബ്രാഞ്ച് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ആയിരിക്കും. ആദ്യം റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, ദെൻ പിന്നെ റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ബ്രാഞ്ചസ് ആണ് ഡെവലപ്പ് ചെയ്യുക. സോ നമ്മൾ സിംപ്ലി മെയിൻ ബ്രാഞ്ച് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് നടത്തും, പക്ഷെ അതിൽ ഓരോ ബ്രാഞ്ചസേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ആൻഡ് ഈ എക്സ്പ്രസ് ചെയ്യുക ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. ആദ്യം റൈറ്റ് ആണെങ്കിൽ പിന്നീട് ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ ലെഫ്റ്റ്. The terminal buds ends in a flower or inflorescence. This pattern of development gives a zigzag appearance for the younger regions. At every node there is a pair of leaf, one smaller and the other larger. The larger leaf is bought from the lower node
along with the axillary branch by adnation, while the smaller leaf is the leaf of the node. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലും ഞാനൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ മെയിൻ ആക്സിസ്. അതൊരു ഫ്ലവർ ബഡിൽ എൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് നടത്തുമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടൊരു ബ്രാഞ്ചും അതുപോലെ ശരിക്കും ഇങ്ങോട്ടൊരു ബ്രാഞ്ചും വേണം. പക്ഷേ ഈ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നില്ല, ഒരേ സമയം രണ്ട് ബ്രാഞ്ചും എക്സ്പ്രസ് ചെയ്യൂല. ഈ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് ബ്രാഞ്ച് ഫോം ചെയ്തതെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യൂല, ബ്രാഞ്ച് ഫോം ചെയ്യില്ല. ദെൻ പിന്നീട് ഈ ബ്രാഞ്ച് ഉണ്ടല്ലോ, ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ഫോം ചെയ്ത അത് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് നടത്തുമ്പോൾ റൈറ്റിലേക്കായിരിക്കും ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റിലേക്കായിരിക്കും ബ്രാഞ്ച് എക്സ്പ്രസ് ചെയ്യുക. ദെൻ അത് പിന്നീട് ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക്. സോ ഇങ്ങനെ ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് ലീവ്സ് ഫോം ചെയ്യുക. ആൻഡ് ഇതിലും ഓരോ നോഡൽ റീജിയനിൽ 2 ലീവ്സ് വീതം ഉണ്ടാവും, ഒരു ചെറുതും ഒരു വലുതും. ചെറുതെന്ന് പറഞ്ഞത് ആ നോഡിന്റെ ലീഫും, വലുതെന്ന് പറഞ്ഞത് തൊട്ട് താഴെയുള്ള നോഡിന്ന് അഡ്നേറ്റ് ചെയ്ത് വന്നതുമായിരിക്കും. ആൻഡ് എക്സാമ്പിൾ ഫോർ അട്രോപ്പ ടൈപ്പ് ഫില്ലോടാക്സി ഈസ് ക്യാപ്സിക്കം, അതുപോലെ തന്നെ വിതാനിയ എക്സെട്ര. ഡെറ്റ്യൂറ ടൈപ്പും അട്രോപ്പ ടൈപ്പും മനസ്സിലായി കഴിഞ്ഞാൽ സൊളാനം ടൈപ്പ് അഡ്നേഷൻ മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. ആൻഡ് ബ്രാഞ്ചിങ് ഓഫ് സൊളാനം ടൈപ്പ് അഡ്നേഷൻ ഈസ് മോർ ഓർ ലെസ് സിമിലർ വിത്ത് അട്രോപ്പ ടൈപ്പ്. അട്രോപ്പ ടൈപ്പുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ആൻഡ് സിമിലാരിറ്റി എന്തിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ്ങിൽ ഓരോ ബ്രാഞ്ച് വീതേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അത് ഓൾട്ടർനേറ്റ് ബ്രാഞ്ചസ് ആയിരിക്കും, ആദ്യം റൈറ്റ് ആണെങ്കിൽ പിന്നീട് ലെഫ്റ്റ്. ആൻഡ് അത് കൂടാതെ ഇൻഫ്ലോറസൻസ് ആക്സിസ് കൂടി ബ്രാഞ്ചിൽ എന്ത് ചെയ്യും, അഡ്നേറ്റ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് മെയിൻ ഇൻഫ്ലോറസൻസ് ആക്സിസ്. ദെൻ ഇതിൻ്റെ എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലവർ ബഡ് കാണുന്നത്. ഇങ്ങനെ ഫ്ലവർ ബഡ് കാണും അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സൈഡിലേക്ക് റൈറ്റിലേക്ക്, പിന്നീട് ലെഫ്റ്റിലേക്ക്, പിന്നീട് റൈറ്റിലേക്ക്, പിന്നീട് ലെഫ്റ്റിലേക്ക്. ഇങ്ങനെയാണ് അട്രോപ്പ ടൈപ്പിൽ അഡ്നേഷൻ കാണുന്നത്. പക്ഷേ സൊളാനം ടൈപ്പ് ആവുന്ന സമയത്ത് ഇനി ഈ പിക്ചറിലേക്ക് നോക്കുക, ഈ ഒരു ഇൻഫ്ലോറസൻസ് അല്ലെങ്കിൽ ഒരു ഫ്ലവർ ബഡിൽ എൻഡ് ചെയ്യുന്ന ആ ഇൻഫ്ലോറസൻസ് ആക്സിസ് കൂടി എന്ത് ചെയ്യും, ഈ സ്റ്റെമ്മിൽ അറ്റാച്ച് ചെയ്യും. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്റ്റെം ഈ താഴെ തൊട്ട് മുകളിൽ വരെ, അതായത് ഈ ഇൻഫ്ലോറസൻസ് ആക്സിസ് അല്ലെങ്കിൽ ഇതിലേക്ക് നോക്കുക, ഇവിടെ തൊട്ട് എന്ത് ചെയ്യും, ഈ നോഡൽ റീജിയനിൽ ഫോം ചെയ്യേണ്ട ഇൻഫ്ലോറസൻസ് അല്ലെങ്കിൽ ഫ്ലവർ ഈ സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെയാണ് കാണുന്നത്. ക്ലിയർ ആയോ? അതായത് മെയിൻ ഇൻഫ്ലോറസൻസ് ആക്സിസ് ആണിത്. അതൊരു ഫ്ലവർ ബഡിൽ എൻഡ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലോറസൻസിൽ എൻഡ് ചെയ്യും. ഫ്ലവർ ഇൻഫ്ലോറസൻസ് ആണെങ്കിൽ ഇൻഫ്ലോറസൻസിൽ എൻഡ് ചെയ്യും, സിംഗിൾ ഫ്ലവർ ആണെങ്കിൽ സിംഗിൾ ഫ്ലവറിൽ എൻഡ് ചെയ്യും. ദെൻ അത് പിന്നീട് റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക്, ഇങ്ങനെയാണ് ബ്രാഞ്ചസ് ഫോം ചെയ്യുക. പക്ഷേ ഈ ഒരു ഇൻഫ്ലോറസൻസ് ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് പകരം ഈ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ആ ആക്സിസ് കൂടെ എന്ത് ചെയ്യും, ഈ ഒരു ആക്സിസ് കൂടെ ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട്, ഈ ഒരു ഫ്ലവർ ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് ഈ സ്റ്റെമ്മുമായിട്ട് എന്ത് ചെയ്യും, അഡ്നേറ്റ് ചെയ്യും. സോ നമുക്ക് സബ് ആക്സിലറി ആയിട്ട് അല്ലെങ്കിൽ ഇന്റർനോഡൽ റീജിയനിലാണ് നമുക്ക് ഇൻഫ്ലോറസൻസിനെ കാണാൻ പറ്റുക. ആൻഡ് ഇതിലും ഒരു സ്മോളർ ലീഫും ഒരു ലാർജർ ലീഫും ഉണ്ടാവും. സ്മോളർ ലീഫ് എന്ന് പറഞ്ഞത് ആ നോഡിലെ ലീഫും, ലാർജർ ലീഫ് എന്ന് പറഞ്ഞത് അഡ്നേറ്റ് ചെയ്തു വന്ന ലീഫും ആയിരിക്കും. അപ്പോൾ സൊളാനം ടൈപ്പിൽ സിഗ്സാഗിന് പുറമെ ഇൻഫ്ലോറസൻസ് ആക്സിസ് കൂടി അഡ്നേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു ഡിഫറൻസ്. ക്ലിയർ? ഇൻഫ്ലോറസൻസ് സാധാരണ നമ്മൾ ഏതൊരു പ്ലാന്റിലും കാണാറ് ഒന്നെങ്കിൽ ആക്സിലറി അല്ലെങ്കിൽ ടെർമിനൽ പൊസിഷനിലാണ്. സൊളനേസിയിൽ അതിന് പുറമെ സബ് ആക്സിലറി പൊസിഷനിലും കൂടെ നമുക്ക് ഇൻഫ്ലോറസൻസിനെ കാണാൻ പറ്റും, അതായത് ഇന്റർനോഡൽ റീജിയനിൽ. സാധാരണ ആക്സിലറി പൊസിഷനിൽ നമ്മൾ നോഡിലല്ലേ ഫ്ലവേഴ്സ് കാണാം, ഇവിടെ ഇന്റർനോഡൽ റീജിയനിലും കൂടെ ഇൻഫ്ലോറസൻസ് കാണും. ആൻഡ് ഇൻഫ്ലോറസൻസ് യൂഷ്വലി സൈം ആണ് സൊളാനം ടോർവത്തിൽ, ബട്ട് പാനിക്കിൾ ഇൻ നിക്കോഷിയാന. ഇൻ ഡെറ്റ്യൂറ ഫ്ലവേഴ്സ് ആർ ബിഗ് ആൻഡ് സോളിറ്ററി സൈം ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡെറ്റ്യൂറ സ്ട്രാമോണിയം. ഇത് നമ്മൾ കണ്ടു ആക്സിലറി പൊസിഷനിൽ സോളിറ്ററി സൈം ആണ്. ദെൻ സബ് ആക്സിലറി പൊസിഷനിലുള്ള ഒരു ഇൻഫ്ലോറസൻസ് ആണ് ഈ സെക്കൻഡ് കാണുന്നത്. കണ്ടോ, ഈ നോഡൽ റീജിയൻ എന്നായിരുന്നെങ്കിൽ ഇവിടുന്നാണ് കാണേണ്ടത്, ഇത്രയും ദൂരം വന്നിട്ട് ഈ സബ് ആക്സിലറി പൊസിഷനിൽ. സൊളാനം ടൈപ്പ് ഫില്ലോടാക്സിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്ക് ഇവിടെ ഫോം ചെയ്യേണ്ട ഒരു ഫ്ലവർ ബഡ് ആണ്, അതാണ് സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫ്ലവേഴ്സ് കാണുന്നത്.
സോ അതാണ് സബ് ആക്സിലറി പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പാനിക്കിളാണ് നിക്കോഷിയാന ടബ. ഫ്ലവർ ക്യാരക്ടേഴ്സ് റെഗുലർ ഫ്ലവേഴ്സ് ആണ്, ബൈസെക്ഷൽ, ഹൈപ്പോഗൈനസ്, പെൻഡാമിയറസ്, പെഡിസെല്ലേറ്റ് ആൻഡ് കംപ്ലീറ്റ് ആണ്. സാധാ ഒരു നോർമൽ ഫ്ലവർ. ബട്ട് ഇതിനുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ, സൊളനേസി ഫാമിലിക്കുള്ള ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള വേറൊരു ഫീച്ചറാണ് ദേ ആർ ഓൾമോസ്റ്റ് റെഗുലർ ബട്ട് ദെയർ ഓവറി ഈസ് ഒബ്ലിക്യൂലി സൈഗോമോർഫിക്. നമ്മൾ ഡെറ്റ്യൂറ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, ആ ഒരു ഓവറീൻ്റെ പൊസിഷൻ കറക്റ്റ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സൈഡിലല്ല, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് റൈറ്റ് സൈഡിലേക്കും ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്കും. സോ ഓവറി ഈസ് ഒബ്ലിക്യൂലി സൈഗോമോർഫിക്. നെക്സ്റ്റ് കാലിക്സ്. നമ്മൾ ഡെറ്റ്യൂറ സ്ട്രാമോണിയം വർക്കൗട്ട് ചെയ്തത്, അതിൽ നമ്മൾ 5 സെപ്പൽസ് ആണ് കണ്ടത്. ഗാമോസെപ്പാലസ് ആയിരുന്നു, യൂഷ്വലി പെർസിസ്റ്റൻറ്റ് വിത്ത് വാൽവേറ്റ് ഓർ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. ദെൻ അപ്പോൾ സാധാരണ 5 സെപ്പൽസ് ഫ്യൂസ്ഡ് വിത്ത് വാൽവേറ്റ് ഓർ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. ഫൈസാലിസ് മിനിമയിൽ സെപ്പൽസ് പെർസിസ്റ്റൻറ്റ് ആൻഡ് ഗ്രോ സറൗണ്ടിങ് ദ ഫ്രൂട്ട് ഇൻ ദ ഫോം ഓഫ് എ ബലൂൺ ഷേപ്ഡ് സ്ട്രക്ചർ ഹെൽപ്പിംഗ് ഇൻ ഫ്രൂട്ട് ഡിസ്പേഴ്സൽ. ഈ കാണുന്നതാണ് എന്ത്, കാലിക്സ് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഫ്രൂട്ടിനോട് കൂടെ ഗ്രോ ചെയ്തിട്ട് ഒരു ബലൂൺ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്തത്. കൊറോള, പെറ്റൽസ് 5, ഗാമോപെറ്റാലസ് വിത്ത് വാൽവേറ്റ്, ഇംബ്രിക്കേറ്റ് ഓർ ഇൻഡ്യൂപ്ലിക്കേറ്റ് കൺവല്യൂട്ട് ഈസ്റ്റിവേഷൻ. നമ്മൾ ഇൻഡ്യൂപ്ലിക്കേറ്റ് കൺവല്യൂട്ട് ആണ് ഡെറ്റ്യൂറയിൽ കണ്ടത്. വാൽവേറ്റും ഉണ്ടാവാം ഇംബ്രിക്കേറ്റും ഉണ്ടാവാം. 5 പെറ്റൽസ് ആയിരുന്നു, ഫ്യൂസ്ഡ് ആയിരുന്നു. ദെൻ ഡെറ്റ്യൂറിൻ്റെ കൊറോളൻ്റെ ഷേപ്പിനെയാണ് ഇൻഫണ്ടിബുലിഫോം ഷേപ്പ് എന്ന് പറയുക. ആൻഡ് നമുക്ക് 10 ലോബ്സ് ഉള്ള പോലെയാണ് ഫീൽ ചെയ്യുക, പക്ഷേ 5 പെറ്റൽസേ ഉള്ളൂ. ബട്ട് ഇൻ അട്രോപ്പ ഇറ്റ് ഈസ് കെമ്പാനുലേറ്റ്. സോ അട്രോപ്പൻ്റെ കൊറോളൻ്റെ ഷേപ്പാണ് കെമ്പാനുലേറ്റ് ഷേപ്പ്. ആൻഡ്രീഷ്യം, നമ്മൾ ഡെറ്റ്യൂറ സ്ട്രാമോണിയത്തിൻ്റെ ആൻഡ്രീഷ്യം കണ്ടതാണ്. എത്ര സ്റ്റേമൻസ് ഉണ്ടായിരുന്നു? 5 അല്ലേ. ദെൻ എപ്പി പെറ്റാലസ് ആയിരുന്നു ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് alternate to petals. Filaments of the stamen inserted at the throat or deep down in corolla tube. കൊറോള ആയിട്ട് അറ്റാച്ച്ഡ് ആണ് ഏത്, സ്റ്റേമൻസ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പി പെറ്റാലസ് എന്ന് പറഞ്ഞത്. അതേഴ്സ് യൂഷ്വലി ലാർജ് ആൻഡ് സാജിറ്റേറ്റ് ഇൻ സം മെമ്പേഴ്സ്. അപ്പോൾ ലോങ് ആയിട്ടുള്ളൊരു ഫിലമെൻറ്റിൽ ലോങ് ആയിട്ടുള്ള ആന്തർലോബ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. സാജിറ്റേറ്റ് ആണ് ചില മെമ്പേഴ്സിൽ, പക്ഷെ നമ്മൾ ഡെറ്റ്യൂറയിൽ സാജിറ്റേറ്റ് അല്ല കണ്ടത്. ഗൈനീഷ്യം, നമ്മൾ ഡെറ്റ്യൂറ സ്ട്രാമോണിയത്തിൻ്റെ ഗൈനീഷ്യം പറഞ്ഞിരുന്നു. ആൻഡ് പോളിമോണിയൽസിലാണ് സൊളനേസി വരുന്നത്. പോളിമോണിയൽസ് ബൈകാർപ്പലേറ്റയിൽ ഒരു മെമ്പറാണ്, അതുകൊണ്ട് തന്നെ കാർപ്പൽസിൻ്റെ നമ്പർ 2 ആയിരിക്കും. ബൈകാർപ്പലറി സിൻകാർപ്പസ് ബൈലോക്യുലാർ ബട്ട് ടെട്രാലോക്യുലാർ ഇൻ ഡെറ്റ്യൂറ ഡ്യൂ ടു ഫാൾസ് സെപ്റ്റം. നമുക്ക് 4 ലോക്യൂൾസ് പോലെ ഫീൽ ചെയ്യും ഡെറ്റ്യൂറ സ്ട്രാമോണിയത്തിൽ, ബട്ട് ഇറ്റ് ഈസ് ബൈകാർപ്പലറി. superior ovary with many ovules in each locule on thick swollen axial placenta. 2 കാർപ്പൽസ് ഫ്യൂസ്ഡ് ആണ്. ഡെറ്റ്യൂറിൻ്റെ കേസിൽ നമുക്ക് ടെട്രാലോക്യുലാർ പോലെ ഫീൽ ചെയ്യും, ബട്ട് നിങ്ങൾ ബൈലോക്യുലാർ തന്നെ വരച്ചാൽ മതി കേട്ടോ. ആൻഡ് ഓവറി സുപ്പീരിയർ ആയിരുന്നു വിത്ത് മെനി ഓവ്യൂൾസ് ഇൻ ഈച്ച് ലോക്യൂൾ ഓൺ തിക്ക് സ്വോളൻ ആക്സൈൽ പ്ലാസൻറ്റ. ആക്സൈൽ പ്ലാസൻറ്റേഷൻ ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് സെക്ഷൻ എടുത്ത് ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു മുള്ള് പോലെയുള്ള യങ് ആയിട്ടുള്ള ഓവറി സെക്ഷൻ എടുത്തിട്ട്. ആക്സൈൽ പ്ലാസൻറ്റേഷൻ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. ആൻഡ് സൊളനേസി ഫാമിലിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്വോളൻ പ്ലാസൻറ്റ എന്ന് പറയുന്നത്. സ്വോളൻ പ്ലാസൻറ്റ എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലാസൻറ്റൽ ടിഷ്യൂ സ്വോളനായിരിക്കും. 2 കാർപ്പൽസിൻ്റെ ഇടയിൽ ഒരു ലാർജ് ടിഷ്യൂ പ്രസൻ്റ് ആയിരിക്കും. 2 കാർപ്പൽസ് 2 സൈഡ്സിലായിട്ട് അറേഞ്ച് ചെയ്തതിൻ്റെ സെൻട്രൽ പോർഷനിൽ, അതായത് സെൻറ്റർ പോർഷൻ തിക്ക് ആൻഡ് സ്വോളൻ ആയിരിക്കും. അതിനെയാണ് നമ്മൾ സ്വോളൻ പ്ലാസൻറ്റ എന്ന് പറയുന്നത്. 2 കാർപ്പൽസിൻ്റെയും ഇടയിലുള്ള സ്പേസ്. ദ അപ്പർ പാർട്ട് ഓഫ് ക്യാപ്സിക്കം ഈസ് യൂണിലോക്യുലാർ ഡ്യൂ ടു ഇംപെർഫെക്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്രോസ് വാൾ. ക്യാപ്സിക്കം എന്ന് പറഞ്ഞത് മുളകാണ്. നമ്മൾ മുളക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൈരിലിടാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യൂലേ, ഇപ്പോൾ പയറൊക്കെ മുറിക്കുന്ന പോലെ നമ്മളിങ്ങനെ ക്യാപ്സിക്കത്തിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടിപ്പിലേക്ക് എത്തും തോറും അത് നമ്മളിങ്ങനെ ഞെട്ട് മുതൽ കട്ട് ചെയ്ത് വന്ന് ടിപ്പിലെത്തുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റിഷ് ആയിട്ടുള്ള അതിൻ്റെ ഇടയിലുള്ള സെപ്റ്റം കാണാൻ പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബൈകാർപ്പലറി ബൈലോക്യുലാർ ആയിട്ടുള്ള ക്യാപ്സിക്കം അപ്പർ പാർട്ടിലെത്തുമ്പോഴേക്ക് ഇംപെർഫെക്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്രോസ് വാൾ കൊണ്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, യൂണിലോക്യുലാറായി മാറിയിട്ടുണ്ടാവും. അതായത് ആ ഒരു വാൾ ഫോർമേഷൻ കംപ്ലീറ്റ് അല്ല, ടിപ്പ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് യൂണിലോക്യുലാർ ആയിട്ട് കാണുന്നത്. സിംഗിൾ സ്റ്റൈൽ എൻഡിങ് ഇൻ ക്യാപിറ്റേറ്റ് സ്റ്റിഗ്മ.
നമ്മൾ ഡെറ്റ്യൂറ വർക്കൗട്ട് ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാർപ്പൽസ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സൈഡിലല്ല അറേഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ അപ്പർ ആൻഡ് ലോവർ സൈഡിലല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഒരു ചെറിയൊരു ട്വിസ്റ്റിംഗ് ഉണ്ട് അല്ലേ. So arrangement of carpel is peculiar in Solanaceae. Carpels are not anterior or posterior, but the posterior carpel is tilted towards right and anterior one is tilted to the other end. അതായത് പോസ്റ്റീരിയർ വണ്ണ് ശരിക്ക് ഇങ്ങനെ, അതേപോലെ ആൻറ്റീരിയർ വണ്ണ് ശരിക്ക് ഇങ്ങനെയാണ് ആക്സൈൽ പ്ലാസന്റേഷൻ ബൈകാർപ്പലറി ആണെങ്കിൽ കാണേണ്ടത്. പക്ഷേ സൊളനീസിൻ്റെ കേസിൽ പോസ്റ്റീരിയർ വണ്ണ് ഇങ്ങനെയും അതേപോലെ ആൻറ്റീരിയർ വണ്ണ് ഇങ്ങനെയാണ് കാണുക. അതായത് ഒന്ന് ടുവേർഡ്സ് റൈറ്റിലേക്ക് എന്ത് ചെയ്യും, ടിൽറ്റ് ചെയ്യും, ആൻഡ് ഒന്ന് ടുവേർഡ്സ് ലെഫ്റ്റിലേക്കും എന്ത് ചെയ്യും, ടിൽറ്റ് ചെയ്യും. സോ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ട്വിസ്റ്റിംഗ്. So the septum occupies an oblique position and ovary is said to be obliquely zygomorphic. So correct anterior posterior സൈഡിലുള്ളതിന് പകരം ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ആ രണ്ട് കാർപ്പൽസിൻ്റെ ഇടയിലുള്ള സെപ്റ്റം ഒരു ഒബ്ലിക്യൂ പൊസിഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓവറി ഈസ് ഒബ്ലിക്യൂലി സൈഗോമോർഫിക്. അപ്പോൾ ഇതാണ് ആ ടിൽറ്റിംഗ്. ശരിക്ക് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് രണ്ട് ഹാഫ്സ് ആയിട്ട് കിട്ടേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഓവറി കണ്ടോ, കറക്റ്റ് ആൻറ്റീരിയർ പോസ്റ്റീരിയർ സൈഡിലല്ല. അപ്പം ഇങ്ങനെയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിലാണ് ഇത് കറക്റ്റ് ആൻറ്റീരിയർ പോസ്റ്റീരിയർ സൈഡ്. അപ്പം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, ടേൺ ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട് നമ്മൾ ഡെറ്റ്യൂറ സ്ട്രാമോണിയത്തിൻ്റെ ഫ്രൂട്ട് എന്ത് ടൈപ്പ് ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞത്, സെപ്റ്റിഫ്രാഗൽ ക്യാപ്സ്യൂൾ. ദെൻ ഇനി ടൊമാറ്റോൻ്റെ ഫ്രൂട്ടോ ഒരു ബെറിയാണ്, സീഡ് മാത്രമേ ഹാർഡ് പോർഷൻ ആയിട്ട് വരുന്നുള്ളൂ. സോ ബെറി ഇൻ ലൈക്കോപെർസിക്കോൺ, സെപ്റ്റിഫ്രാഗൽ ക്യാപ്സ്യൂൾ ഇൻ ഡെറ്റ്യൂറ. സെപ്പൽസ് മേ ബി ഇൻഫ്ലേറ്റഡ് ആൻഡ് റിമൈൻ വിത്ത് ദ ഫ്രൂട്ട് ഹെൽപ്പിംഗ് ഇൻ ഡിസ്പേഴ്സൽ. ആൻഡ് സൊളനീസിയിലെ മെമ്പേഴ്സിൽ സെപ്പൽസ് പെർസിസ്റ്റൻ്റ്. അപ്പം നമ്മൾ ഫൈസാലിസ് മിനിമൻ്റെ കേസിൽ എന്ത് കണ്ടു, സെപ്പൽ ഗ്രോ ചെയ്തത് കണ്ടു അല്ലേ ഫ്രൂട്ടോട് കൂടെ. അതുപോലെ തക്കാളിൻ്റെ കേസിലും തക്കാളിൻ്റെ ടിപ്പിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെപ്പൽസ് കാണാൻ പറ്റും. ഫാമിലീൻ്റെ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് ഹബ്സ്, ഷ്രബ്സ് ഓർ ട്രീസ്. നമ്മൾ പറഞ്ഞു വൈഡ് വേരിയേഷൻ കാണിക്കുന്നുണ്ട് ഫാമിലിന്ന്. അതിൻ്റെ ഹാബിറ്റിൻ്റെ കാര്യത്തിൽ ലീവ്സ് സിമ്പിൾ, ഓൾട്ടർനേറ്റ് ആൻഡ് എക്സ്റ്റിപ്പുലേറ്റ്. ഇൻഫ്ലോറസൻസ് സൈമായിരുന്നു. നമ്മൾ ഡെറ്റ്യൂറ സ്ട്രാമോണിയത്തിൽ സോളിറ്ററി സൈമാണ് കണ്ടത്. ദെൻ ഫ്ലവേഴ്സ് റെഗുലർ, റെയർലി സൈഗോമോർഫിക്, ബൈസെക്ഷൽ ആൻഡ് ഹൈപ്പോഗൈനസ്. Sepals 5 persistent. In some cases they are enlarged in fruit. Petals 5 gamopetalous, funnel shaped or bell shaped ആണ് കൊറോളൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞത്. Stamens 5 alternate with petals, free and epipetalous ആണ് നമ്മൾ ഡെറ്റ്യൂറയിൽ കണ്ടതാ. Then bicarpellary, syncarpous, ovary 2 chambered or more and obliquely zygomorphic. Fruit is a berry or capsule. Berry ആണ് ടൊമാറ്റോയിൽ, capsule ആണ് ഡെറ്റ്യൂറയിൽ. Thank you.